ഹായ് ഫ്രണ്ട്സ്, വീട്ടിലെ രുചിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചമീൻ ഉണക്കി വറുത്തെടുക്കുന്ന രീതിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതിനായിട്ടുള്ള നമ്മുടെ പച്ചമീൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ പച്ചമീൻ ഇവിടെ റെഡിയായിട്ടിരിക്കുവാണ്. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുവാണ്. നമ്മൾ ഈ മെത്തേഡ് ഇപ്പോൾ ആരും വീട്ടിൽ യൂസ് ചെയ്യുന്നില്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ അത് അറിയില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതൊരു വലിയൊരു പ്രോസസ്സാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നമ്മുടെ കടകളിൽ നിന്നും എല്ലാം പോയി ആ ഒരു അട്രാക്റ്റീവായിട്ടുള്ള കവറുകളിൽ പല തരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഡ്രൈ ഫിഷ് ഞാനും വാങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എനിക്കും മനസ്സിലായത് ഇത് എന്തോരം ഹൈജീനിക് ആണെന്നും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ഇത് എങ്ങനെ അത് ക്ലീൻ ചെയ്ത് നമുക്ക് അതിനെ ഉണക്കി വറുത്തെടുക്കാവുന്ന രീതിയിലോട്ട് നമുക്ക് കിടക്കാം. ഇത് നമ്മുടെ എറണാകുളംകാർ ഇതിനെ കുട്ടൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ കുട്ടനല്ല, വേറെ എന്ത് മീനാണെങ്കിൽ പോലും ക്ലീൻ ചെയ്യുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പ്രോസസ്സിലോട്ട് വേഗം കിടക്കാം. ഓരോ മീനുകളായിട്ട് എടുക്കുക. അതിൻ്റെ ഇത് ചെതമ്പൽ പതുക്കെ കളയുക. അപ്പോൾ നമ്മൾ ചെതമ്പലെല്ലാം കളഞ്ഞു. അത് കളഞ്ഞ ശേഷം നമ്മളിത് എന്തായാലും ഒന്ന് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകി അത് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് ഉപ്പ് പുരട്ടിയാണല്ലോ ഉണക്കാൻ വെക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇതിൻ്റെ ഫുൾ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയും അതോടൊപ്പം ഉള്ളിൽ ചെറിയ വേസ്റ്റ് ഉണ്ടാകും, അത് കളയാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് തുറന്നു കൊടുക്കുവാണ്. അത് ഏകദേശം ഈ മീനിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പതുക്കി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ആ ഒരു തലഭാഗം വരെ അത് എളുപ്പത്തിൽ വരയും. അതിനുശേഷം ഇവിടെ അതിൻ്റെ ഒരു എല്ല് വരുന്ന കാരണം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുവേ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി, അത് ഈസി ആയിട്ട് തുറക്കും. നമുക്ക് കാണാൻ പറ്റും ഉള്ളിൽ കുറച്ച് വേസ്റ്റുകളുണ്ട്. അത് ഏത് മീനാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം എടുത്ത് കളയുക. ഈ വേസ്റ്റുകളെല്ലാം പോയാൽ പിന്നെ ഇത് തികച്ചും ക്ലീനായി. ഇതേപോലെ ഈ മീനുകളെല്ലാം റെഡിയാക്കി എടുക്കുക. കണ്ടോ, ഈ സൈഡിൽ നിന്നാണ് പൊട്ടിക്കുന്നത്. ആ ഒരു തലഭാഗം വരുമ്പോൾ മാത്രം പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ക്ലീൻ ചെയ്തിടണം. ഈ മീനുകളെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ആ വെള്ളം പോകുന്ന രീതിയിൽ നമുക്കൊരു കൊട്ടയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചേക്കുന്ന മീനിൽ ഞാൻ ഈ ഉപ്പുകല്ല് പുരട്ടുവാണ്. ഒന്നിനോട് ചേർത്ത് വെക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പുകല്ല് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിൽ കുറച്ച് വിതറി കൊടുക്കുകയല്ല. അതിനുശേഷം ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് കൊട്ടയിലോട്ട് മാറ്റുക. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഉപ്പ് പുരട്ടി വെച്ചേക്കുവാണ്. അതിൻ്റെ മുകളിൽ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ട അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതിൽ കുറച്ച് ഉപ്പുകല്ല് അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ നമ്മുടെ ക്ലീനിങ്ങും അതിൻ്റെ സെറ്റിങ്സും. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഉപ്പുകല്ലെല്ലാം തേച്ച് ഭംഗിയായിട്ട് നമ്മുടെ പച്ചമീൻ റെഡിയായിട്ട് ഇരിക്കുവാണ്. ഇതിനി ഇന്ന് രാത്രി, അതായത് ഒരു രാത്രി മുഴുവനും ഈ ഉപ്പിലിരുന്ന് അതൊന്ന് സെറ്റാവണം. പിറ്റേ ദിവസം രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഉപ്പുകൾ, ഇത്രയും ഉപ്പ് നമുക്ക് ആവശ്യമില്ല, അത് നന്നായിട്ട് കഴുകി കളയുക. അപ്പോൾ ഓൾറെഡി ആ മീന് വേണ്ട ഉപ്പ് ഇന്ന് രാത്രി അത് അബ്സോർബ് ചെയ്തോളും. ബാക്കിയുള്ള ഉപ്പുകളെല്ലാം കഴുകി കളഞ്ഞ് നമ്മൾ ആ ഒരു നല്ലൊരു വെയിലത്ത്, ഒരു ദിവസത്തെ മുഴുവൻ വെയിൽ കൊണ്ട് അതിനെ നന്നായിട്ട് ഉണക്കുക. അപ്പം നമ്മുടെ മീൻ ഇവിടെ ദേ ഉണങ്ങി നല്ല റെഡി ആയിട്ടിരിക്കുവാണ്. ഒരു ദിവസത്തെ വെയിൽ മുഴുവൻ കൊണ്ട് നല്ല റെഡി ആയിട്ട് പാകത്തിന് ഇരിക്കുവാണ്. ഇനി നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് കുറച്ചെടുത്ത് വറുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് വെച്ചതാണ് ഒരു ഭംഗിക്ക് വേണ്ടി. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇനി കൂടുതൽ ക്ലീനിങ് ഒന്നുമില്ല. ഞാൻ ക്ലീനിങ് എന്ന് ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, ഈ വാലുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഈ സിസേഴ്സ് വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ കട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചെറുതായിട്ടൊരു മുള്ള് കാണാം, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ട് ഇടുക. ബാക്കി ക്ലീനിങ്ങൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഈ തലഭാഗം ജസ്റ്റ് ഒന്ന് മാറ്റുക. ഇവിടെ ചെറുതായിട്ടൊരു അതിൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു കല്ല് ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഒന്ന് നാലാക്കി കട്ട് ചെയ്തിട്ട് മാറ്റുക. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരെണ്ണം കൂടി ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുവാണ്. അതിൻ്റെ വാല് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ മുള്ള് നിൽക്കുന്നുണ്ടെങ്കിൽ അതും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ഇവിടെ ഒരു മുള്ളുണ്ട്, അതും ഈ സൈഡിലായിട്ടുള്ള അത് കട്ട് ചെയ്തിട്ട് ഈ തലഭാഗം എടുത്ത് കളയാം. സിമ്പിളാണ്. അപ്പോൾ അത് ജസ്റ്റ് നടുവെ ഒന്ന് വെറുതെ ഒന്ന് മുറിക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. ഇത്രയുള്ള ക്ലീനിങ്. ഞാൻ ഇപ്പോൾ 2 ജസ്റ്റ് ഇതാക്കി കാണിച്ചതാണ്. ഇനി ഇത് വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉപ്പെല്ലാം ആവശ്യത്തിന് കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. അപ്പോൾ ഇനി ഉപ്പ് ഇത്രയും ആവശ്യമില്ലെന്ന് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് നല്ല വെള്ളത്തിൽ ഇടുക. അത്രയും ചെയ്താൽ മതി. വേറെ അല്ലാതെ ഇനിയിപ്പോൾ നമുക്ക് കറിക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരില്ല, കാരണം ഓൾറെഡി നമ്മൾ ഉപ്പിലിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ്. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇത്ര സിമ്പിളാണെന്ന്. ഇനി നമുക്ക് വറക്കാം. അപ്പോൾ 5 കൂട്ടം ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. ആദ്യം തന്നെ ചെറിയ ഉള്ളി, ഇത് ഏകദേശം ഒരു 8-10 ചെറിയ ഉള്ളി ഉണ്ട്, അത് നേരിയതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. ഇത് വെളിച്ചെണ്ണ, ഇത് മുളക് പൊടി, ഇത് വേപ്പില, ഇത് ചതച്ച മുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിനി വറുത്തതിന് ശേഷം അത് മൊരിച്ചിടാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രൈങ് പാൻ കത്തിക്കുവാണ്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കാം. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഏകദേശം 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഇനി ഇത് 4 ടേബിൾ സ്പൂൺ ആയാലും മതി. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മീൻ അതിലോട്ട് പെറുക്കി വെക്കാൻ പാടുള്ളൂ. ഫ്ലെയിം ഇപ്പോൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നല്ല ഫ്ലെയിമിൽ ഇത് നല്ല കറുമുറ വറുത്ത് കിട്ടണം. ഇളകിയൊന്നും കൊടുക്കണ്ട, അത് അതിൽ കിടന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറുന്നതായിട്ട് ഫീൽ ചെയ്യും. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് പതുക്കെ കുറച്ചിട്ട് തിരിച്ചിടുക. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ കളർ ചേഞ്ചസ് കാണുന്നുണ്ടല്ലോ. ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. കാരണം നമ്മൾ ഈ മറിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ ചെറുതായിട്ട് കളർ അധികം മാറിക്കഴിഞ്ഞാൽ ടേസ്റ്റിന് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ആ സമയത്തേക്കൊന്ന് കുറച്ച് വെക്കുക. പതുക്കെ പതുക്കെ അതൊന്ന് മറിച്ചിടുക.
അപ്പോൾ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് മറിച്ച് ആ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കളറായപ്പോഴാണ് നമ്മൾ മറിച്ചിട്ടത്. ഇനി അപ്പുറത്തെ സൈഡും ആ കളറാവണം. ഞാൻ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മറിക്കാൻ നേരത്ത് അതിപ്പോൾ കൂട്ടുവാണ്. ഇത് ഏകദേശം ഒരു അരമിനിറ്റോ 1 മിനിറ്റോ മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും. അപ്പോൾ അധികം നേരം ഇവിടെ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്ത് ഇതായതുകൊണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിക്കല്ലേ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ചെറുതായിട്ട് ഞാനൊന്ന് കുറക്കുവാണ്. കാരണം ഓൾറെഡി ആ ഒരു ഫ്രൈയിങ് കഴിഞ്ഞു. ആ ഒരു കറുമുറാന്നുള്ള ഒരു ഇതിലെത്തുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ദേ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കളർ കാണാൻ പറ്റും. ഞാനത് ചെറിയൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലോട്ട് ഇടുന്നത്. കുറച്ചെടുത്ത് വറുത്തുള്ളൂ, നമുക്കിപ്പോൾ അധികം ആവശ്യമില്ല, നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 6 മാസം വരെ അതിരുന്നോളും. അതിൽ കൂടുതലിരിക്കണേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ നമുക്ക് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ചൂടായ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇടുവാണ്. അതിലോട്ട് ഇതേ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ നേരത്തെ അത് മീൻ എടുക്കാൻ നേരത്ത് അത് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഞാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. നമ്മുടെ മീൻ വറുക്കാൻ ഏകദേശം 2-3 മിനിറ്റോ മതിയാവും കേട്ടോ. അത് നല്ല ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചായിരുന്നു. അതിനുശേഷം ആ മറിക്കാൻ നേരത്ത് ചെറിയ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി. അതിനുശേഷം പിന്നെയും ഏകദേശം ഒരു 1/2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ മീൻ ഫ്രൈ ആയതെടുത്ത് മാറ്റിയത്. ആ ചൂടായ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ഈ ഉള്ളിയും വേപ്പിലിട്ടേക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് മൊരിഞ്ഞ്. ഈ സ്റ്റേജിലാണ് നമ്മൾ അതിലോട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഏകദേശം ഈ ചതച്ച മുളക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ഹൈയിൽ നിന്ന് മീഡിയത്തിലാക്കുക. ഈ മുളക് ഈ കളറുള്ള കാശ്മീരിയോ അല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡറോ 1/2 ടേബിൾ സ്പൂൺ രണ്ടും കൂടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ മതിയാകും. വേറെ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. എരിവിന് ഇത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം കുറച്ച് മീനല്ലേ ഉള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഞാനിതിൽ ഉപ്പിടുന്നില്ല, കാരണം ഓൾറെഡി മീനിൽ നല്ല ഉപ്പുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, മീനിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പോൾ ആ ഉപ്പ് ഈ ഉള്ളിയിലോട്ട് ചേർന്ന് ഉള്ളിക്കും ആ വേപ്പിലൊക്കെല്ലാം അതിനാവശ്യത്തിനുള്ള ഉപ്പെല്ലാം അതിൽ നിന്നെല്ലാം വലിച്ചെടുത്തോളും. അപ്പോൾ വേറെ നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെങ്കിൽ വേറെ ഉപ്പ് ആഡ് ചെയ്യരുത് ഇതിലോട്ട്. സാധാരണ കുക്കിംഗ് ചെയ്യുന്ന പോലെ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ മുളക് മൊരിഞ്ഞ മണം വരുന്നുണ്ട് നന്നായിട്ട്. ഞാനതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീൻ കൂടി ഇടുവാണ്. നന്നായിട്ട് ആ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചതച്ച മുളകിനൊപ്പം എന്തിനാണ് നമ്മൾ മുളക് പൊടി ഇടുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമില്ല, ചതച്ച മുളക് ഈ മീനിൻ്റെ ആ ഒരു പാട്ടിലൊന്നും ചേർന്ന് നിൽക്കില്ല. അപ്പോൾ ആ മീനിൻ്റെ കളറ് അവിടെ ശരിക്കും വേറൊരു കളറായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് മാറ്റാനാണ് നമ്മൾ ആ മുളക് പൊടി ഇടുന്നത്. അപ്പോൾ പൊടി ചെന്ന് മീനിൻ്റെ ആ ബോഡി പാർട്ടിലെല്ലാം ചെന്ന് ഇതാക്കി ആ റെഡ് കളറ് മീനിന് കിട്ടും. മറ്റേ ചതച്ച മുളക് എരിവിനും ഉണ്ടാവും. അപ്പോൾ കളറും എരിവും ഒരേപോലെ നമുക്ക് ഈ 2 മുളക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതിനാണ് ഞാൻ ചതച്ച മുളക് പൊടി ഇടുന്നത്. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല, കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തത്. മുളക് മൊരിഞ്ഞത് മുതൽ ഇത് മീഡിയം ഫ്ലെയിമിലായിരിക്കുന്നത്. കൂട്ടി വെക്കരുത്, കാരണം ഇത് മുളക് പിന്നെയും മൊരിഞ്ഞ് ആ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം കൂട്ടി വെക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ കുക്കിംഗ് ഇവിടെ അവസാനിക്കുവാണ്. നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ട് മൂടി വെക്കാം. അപ്പോൾ ദേ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുവാണ്.
പച്ചമീൻ ഉണക്കി വറുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവർ കൂടി ട്രൈ ചെയ്യാനും. അപ്പോൾ പച്ചമീൻ ഉണക്കി വറുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തായാലും പരീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വീട്ടിൽ ഞാൻ അമ്മയുടെ അടുത്ത് നമുക്ക് ഇന്ന് ഉണക്കമീൻ വറുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, എന്താ ഞാൻ കുറേ ചോറ് തിന്നും, അത് കാരണം വേണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. അത്യാവശ്യം ഒരു കഞ്ഞിയിലിട്ട് കുടിക്കാൻ പോലും നമ്മൾ ആ കഞ്ഞി പോലും ഇത്തിരി അധികം കുടിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, കടയിൽ നിന്ന് ഇനി മേടിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.